ഏവർക്കും മൈമെന്റർ PSC ആപ്പിന്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ ശാസ്ത്ര സാങ്കേതിക മേഖല എന്ന് പറയുന്ന ടോപ്പിക്കിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ പരിശോധിച്ചാൽ മെജോറിറ്റി ചോദ്യങ്ങളും വരുന്നത് ബഹിരാകാശ ഗവേഷണ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. ISROയുടെ പൂർത്തിയായതും ഇനി വരാൻ പോകുന്നതുമായിട്ടുള്ള പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ നമ്മൾ പഠിക്കണം. അതുകൂടാതെ തന്നെ മറ്റ് അന്താരാഷ്ട്ര സ്പേസ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ മേഖലയിൽ 2024 മുതൽ 2025 ഇന്ന് വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എല്ലാം തന്നെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഉറപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ട് കാണുക. എപ്പോഴത്തെയും പോലെ ക്ലാസ്സിൻ്റെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ പോയിന്റ്, ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത് വിക്ഷേപണത്തിലൂടെ ISRO വിക്ഷേപിച്ച ഉപഗ്രഹം. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ എപ്പോഴും കീവേഡ്സ് വെച്ച് പഠിക്കുക. നിങ്ങൾ നോട്ട് എഴുതി എടുക്കുന്നെങ്കിലും കീവേഡ്സ് ആണ് നോട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം, ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 100ാമത് വിക്ഷേപണം ISRO നടത്തി. ഏത് ഉപഗ്രഹമാണ് വിക്ഷേപിച്ചത്? NVS-02. അപ്പോൾ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത് വിക്ഷേപണം ഏത് ഉപഗ്രഹമാണ് വിക്ഷേപിച്ചത്? NVS-02, ഒരു നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ് കേട്ടോ. എന്നാണ് വിക്ഷേപിച്ചത്? 2025 ജനുവരി 29. ഈ വർഷം ജനുവരി 29-നാണ് NVS-02 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചത്. ISROയുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണമായിരുന്നു. വിക്ഷേപണ വാഹനം GSLV F-15 എന്ന റോക്കറ്റിലാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം ഏത് സാറ്റലൈറ്റ് ആണ് വിക്ഷേപിച്ചത്? NVS-02. ഈ വർഷം ജനുവരി 29-നാണ്. അടുത്ത ചോദ്യം, PSLVയുടെ 4ാം ഘട്ട നോസിലിൽ കൊളംബിയത്തിന് പകരം ISRO ഏത് ലോഹസങ്കരമാണ് ഉപയോഗിച്ചത്? അപ്പോൾ PSLV റോക്കറ്റിന്റെ നോസലിൽ കൊളംബിയം എന്ന് പറയുന്ന മെറ്റൽ അലോയ് ലോഹസങ്കരം എന്ന് പറഞ്ഞാൽ അലോയ് ആണ്. ആ കൊളംബിയം എന്ന് പറയുന്ന അലോയ്ക്ക് പകരം ISRO പുതുതായി ഉപയോഗിച്ച അലോയ് ഏതാണ്? സ്റ്റെലൈറ്റ് ആണ് കേട്ടോ. സ്റ്റെലൈറ്റ് കൊബാൾട്ടിന്റെ ഒരു അലോയ് ആണ്. ഒരു കൊബാൾട്ടിന്റെ അലോയ് ആണ്. അപ്പോൾ സാധാരണയായിട്ട് എയറോസ്പേസ് ഇൻഡസ്ട്രിയിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അലോയാണ് കൊളംബിയോ എന്ന് പറയുന്നത്. പക്ഷേ ISRO ഇപ്പോൾ കൊളംബിയത്തിന് പകരം സ്റ്റെലൈറ്റ് യൂസ് ചെയ്തു. PSLV റോക്കറ്റിൻ്റെ നോസിലിൽ സ്റ്റെലൈറ്റ് യൂസ് ചെയ്തു. ഈ കൊളംബിയം ശരിക്കും പുറത്ത് നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അത് എക്സ്പെൻസീവ് ആണ്. കൊളംബിയ ഉപയോഗിക്കുന്നത് വളരെ ചിലവേറിയതാണ്. പകരം സ്റ്റെലൈറ്റ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഫാക്റ്റിന് അത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്. നമുക്കറിയാം, ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ആശയമുണ്ടല്ലേ, എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തി നേടുക എന്ന ഇന്ത്യയുടെ ഉദ്ദേശം അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന സ്റ്റെലൈറ്റ് ഉപയോഗിച്ചു. എവിടെ? PSLV റോക്കറ്റിന്റെ നോസലിൽ ഉപയോഗിച്ചു. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ISSലേക്ക് ആക്സിയം മിഷൻ 4 പൈലറ്റ് ചെയ്യുന്നത് ആരാണ്? ISSലേക്ക് ആക്സിയം 4 മിഷൻ പൈലറ്റ് ചെയ്യുന്നത് ആരാണ്? അതൊരു ഇന്ത്യക്കാരനാണ്, ശുഭാൻഷു ശുക്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ISS? ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അല്ലെ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് നാസ അയക്കുന്ന ആക്സിയം 4 മിഷൻ. നാസയുടെ മിഷനാണ് കേട്ടോ. ആക്സിയം 4 എന്ന് പറഞ്ഞാൽ നാസയുടെ മിഷനാണ്. അപ്പോൾ നാസയുടെ ആക്സിയം 4 മിഷൻ പൈലറ്റ് ചെയ്യുന്ന ആരാണ്? ശുഭാൻഷു ശുക്ലയാണ് കേട്ടോ. ശുഭാൻഷു ശുക്ല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ശുഭാൻഷു ശുക്ലയുടെ പേര് നമ്മൾ ഈ സമീപകാലത്ത് ഒരുപാട് കേട്ടതാണ്. എങ്ങനെയാണ് കേട്ടത്? ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന മിഷൻ ഏതാണ്? ഗഗൻയാൻ അല്ലേ. ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ദൗത്യമാണ് ഗഗൻയാൻ ദൗത്യം. അതിൽ 4 പേരെ തിരഞ്ഞെടുത്തു അല്ലേ. ബഹിരാകാശത്തേക്ക് അയക്കാനായിട്ട് 4 പേരെ തിരഞ്ഞെടുത്തു. അതിൽ ഒരാളാണ് ശുഭാൻഷു ശുക്ല. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൽ ഉൾപ്പെടുത്തിയ 4 പേരിൽ ഒരാളാണ് ശുഭാൻഷു ശുക്ല. അദ്ദേഹം തന്നെയാണ് ആക്സിയം 4 മിഷൻ, നാസയുടെ ആക്സിയം 4 മിഷൻ പൈലറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഈ മിഷൻ സംഭവിക്കുന്നതിലൂടെ ISS സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനാകും ആര്? ശുഭാൻഷു ശുക്ല. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനാകും ശുഭാൻഷു ശുക്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത മാസം 8-നാണ് 2025 ജൂൺ 8-നാണ് ഇത് വിക്ഷേപിക്കാനായിട്ട് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കിട്ടിയ വാർത്ത അനുസരിച്ച് ജൂൺ 8-ാം തീയതി 2025 ജൂൺ 8-ന് ഇത് വിക്ഷേപിക്കും. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ISS സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ആകാൻ പോകുന്ന ആരാണ്? ശുഭാൻഷു ശുക്ലയാണ് കേട്ടോ. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സന്ദർശിക്കുന്നത്. എന്നാൽ ബഹിരാകാശത്തേക്ക് യാത്ര പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? അത് രാകേഷ് ശർമ്മയാണ് അല്ലേ. 1984 സോവിയറ്റ് യൂണിയന്റെ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോയത്. ഓക്കെ, ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ലോഞ്ച് ചെയ്യുന്ന എവിടെ നിന്നാണ്? ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനപ്പെട്ട കീവേഡ്സ് എന്തൊക്കെയാണ്? നാസയുടെ മിഷനാണ് ആക്സിയം 4,
അത് പൈലറ്റ് ചെയ്യുന്നത് ശുഭാൻശു ശുക്ല ഗഗൻയാൻ ടീമിൽ ഒരാളാണ്. അതുകൂടാതെ തന്നെ ISS സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനാകാൻ പോകുന്നതും ശുഭാൻശു ശുക്ലയാണ്. ഓക്കെ, അടുത്തത് സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിക്ക് വേണ്ടി ISRO നടത്തിയ ദൗത്യം ഏതാണ്? പ്രോബ3 ആണ് കേട്ടോ. സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ, സൂര്യന്റെ അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും പുറത്തുള്ള ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് കൊറോണ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കാനായിട്ട് ISRO വിക്ഷേപിച്ച യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് വേണ്ടി ISRO നടത്തിയ ദൗത്യം ഏതാണ്? പ്രോബ3 ആണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ISRO ഇത് ആർക്ക് വേണ്ടിയാണ് നടത്തിയത്? യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് വേണ്ടിയാണ് കേട്ടോ. യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ 22 രാജ്യങ്ങളടങ്ങിയ ഏജൻസിയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി. ഓക്കെ, അപ്പോൾ പ്രോബ3 ആണ്. വിക്ഷേപണ തീയതി 2024 ഡിസംബർ 5 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം PSLV XL-C59. ഈ വിക്ഷേപണ വാഹനം അല്ലെങ്കിൽ റോക്കറ്റിന്റെ പേരൊക്കെ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും കൂടെ അത് എടുത്തിട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് 2024 നവംബർ 19 കേപ്പ് കാനവറിൽ നിന്ന് SpaceX വിക്ഷേപിച്ച ISRO ഉപഗ്രഹം ഏതാണ്? GSAT N2 ആണ് കേട്ടോ. GSAT N2. അപ്പോൾ നേരത്തെ ചോദ്യത്തിൽ ISRO യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് വേണ്ടി വിക്ഷേപിച്ചത് എന്താണ്? പ്രോബ3. ഇനി അടുത്ത ചോദ്യത്തിൽ എന്താണ്? SpaceX ISROയ്ക്ക് വേണ്ടി വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? GSAT N2 ആണ്. SpaceX ISROയ്ക്ക് വേണ്ടി വിക്ഷേപിച്ച ഉപഗ്രഹം 2024 നവംബർ 19 വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? GSAT N2. ഫ്ലോറിഡയിലെ ക്യാപ് കാനവറിൽ നിന്ന് SpaceXന്റെ Falcon 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത് കേട്ടോ. അപ്പോൾ ISROയുടെ ഉപഗ്രഹമാണ് GSAT N2. അത് വിക്ഷേപിച്ചത് ആരാണ്? SpaceX ആണ് വിക്ഷേപിച്ചത്. ISROയ്ക്ക് വേണ്ടി SpaceX ആണ് വിക്ഷേപിച്ചത്. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ കാലാവസ്ഥാ പ്രവചനവും ദുരന്ത മുന്നറിയിപ്പും വർദ്ധിപ്പിക്കുന്നതിനായി 2024 ISRO വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? INSAT 3DS. അപ്പോൾ 2024 ISRO വിക്ഷേപിച്ച മറ്റൊരു ഉപഗ്രഹം ഏതാണ്? INSAT 3DS. ഇന്ത്യൻ സാറ്റലൈറ്റ് 3DS എന്നാണ് പറയുന്നത്. INSAT 3DS. അത് എന്തിനു വേണ്ടിയാണ്? കാലാവസ്ഥാ പ്രവചനവും ദുരന്ത മുന്നറിയിപ്പൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട്, കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടി ISRO ഡെവലപ്പ് ചെയ്ത് വിക്ഷേപിച്ച ഉപഗ്രഹമാണ് INSAT 3DS. വിക്ഷേപണ തീയതി 2024 ഫെബ്രുവരി 19. വിക്ഷേപണ വാഹനം GSLV F14 ആണ് വിക്ഷേപണ വാഹനം. ഓക്കെ, അപ്പോൾ പ്രോബ3, GSAT N2, INSAT 3DS മൂന്നും ISROയുടെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ്. അടുത്തത് 2024 പൂർണ്ണമായും 3D പ്രിന്റഡ് എഞ്ചിനുള്ള ലോകത്തിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ച ഇന്ത്യൻ ദൗത്യം ഏതാണ്? അഗ്നിബാൻ ആണ് കേട്ടോ. അഗ്നിബാൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ കീവേഡ് എന്താണ്? 3D പ്രിന്റഡ് എഞ്ചിനുള്ള ലോകത്തിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ചത് ഇന്ത്യയാണ്. ഏതാണ് ആ ദൗത്യം? അഗ്നിബാൻ ആണ് ആ ദൗത്യം കേട്ടോ. ഓക്കെ, വിക്ഷേപണ തീയതി 2024 മെയ് 30 ആണ് വിക്ഷേപണ തീയതി. അഗ്നികുൽ ലോഞ്ച് പാഡ് നിന്നാണ് വിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ അഗ്നികുൽ ലോഞ്ച് പാഡ് ALP-01 നിന്നാണ് വിക്ഷേപിച്ചത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ലോഞ്ച് പാഡിനെ പറ്റി പറയാറില്ല, പക്ഷേ ഇവിടെ അത് പറയാൻ കാരണം വെച്ചാൽ അഗ്നികുൽ ലോഞ്ച് പാഡ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ ലോഞ്ച് പാഡാണ്, പ്രൈവറ്റ് ലോഞ്ച് പാഡാണ്. അപ്പോൾ ഒരു പ്രൈവറ്റ് ലോഞ്ച് പാഡിൽ നിന്ന് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ വിക്ഷേപണമാണ് അഗ്നിബാൻ. അതുകൊണ്ടാണ് ഇത് എടുത്തിവിടെ പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയിലെ ഒരു സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്ന് നടന്ന ആദ്യത്തെ വിക്ഷേപണമാണ് അഗ്നിബാൻ. ഓക്കെ, വിക്ഷേപണ വാഹനം അഗ്നിബാൻ സോർട്ടഡ്. അപ്പോൾ റോക്കറ്റിന്റെ പേര് അഗ്നിബാൻ സോർട്ടഡ് എന്നാണ് കേട്ടോ. അഗ്നിബാൻ സോർട്ടഡ്. ഈ സോർട്ടഡ് എന്ന് പറഞ്ഞാൽ സബ് ഓർബിറ്റൽ ടെക്നോളജിക്കൽ ഡെമോൺസ്ട്രേറ്റർ എന്നാണ് അതിന്റെ ഫുൾ ഫോം. അപ്പോൾ നമുക്ക് നോക്കാം, ഇനി ഇത് ആരാണ് ഡെവലപ്പ് ചെയ്തത്? ISRO ആണോ? അല്ല. മദ്രാസ് IITയിൽ സ്ഥാപിതമായ ഇന്ത്യൻ എയറോസ്പേസ് സ്റ്റാർട്ടപ്പായ അഗ്നികുൽ കോസ്മോസ് എന്ന് പറയുന്ന എയറോസ്പേസ് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. എവിടെയാണ്? മദ്രാസ് IITയിലാണ് ഇതെന്താണ് സ്ഥാപിതമായത്. അപ്പോൾ അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ചെടുത്ത ഒരു സബ് ഓർബിറ്റൽ പരീക്ഷണ പറക്കലാണ് അഗ്നിബാൻ സോർട്ടഡ്. ഓക്കെ, ഇന്ത്യയിൽ ഒരു സ്വകാര്യ വിക്ഷേപണ പാഡിൽ നടന്ന ആദ്യ വിക്ഷേപണം, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇന്ത്യയിൽ ഒരു സ്വകാര്യ വിക്ഷേപണ പാഡിൽ നിന്ന് നടന്ന ആദ്യത്തെ വിക്ഷേപണമാണ് അഗ്നിബാൻ. ആ പാഡിന്റെ പേരെന്താ? അഗ്നികുൽ ലോഞ്ച് പാഡാണ്, ALP-01. ഓക്കെ, അപ്പോൾ 3D പ്രിന്റഡ് എഞ്ചിൻ, അതാണ് പ്രധാനപ്പെട്ട കീവേഡ്. 3D പ്രിന്റഡ് എഞ്ചിൻ. അഗ്നിബാൻ എന്ന മിഷനാണ്. റോക്കറ്റിന്റെ പേര് അഗ്നിബാൻ സോർട്ടഡ്.
പിന്നെ ആരാണ് ഡെവലപ്പ് ചെയ്തത്? അഗ്നികുൽ കോസ്മോസ് മദ്രാസ് IIT ആസ്ഥാനമായിട്ടുള്ള ഒരു എയറോസ്പേസ് സ്റ്റാർട്ടപ്പാണ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ പേര് ഭാരത് അന്തരീക്ഷ സ്റ്റേഷൻ. ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ പേര്, അല്ലെങ്കിൽ നമുക്കറിയാം ISS ഉണ്ടല്ലേ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. അതുപോലെ തന്നെ ഇന്ത്യ സ്വന്തമായിട്ട് ഇന്ത്യയുടെ ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ പേരെന്താ? ഭാരത് അന്തരീക്ഷ സ്റ്റേഷൻ. 2035 ആകുമ്പോഴേക്കും ഭാരത് അന്തരീക്ഷ സ്റ്റേഷൻ എന്ന പേരിൽ സ്വന്തമായ ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കാനും 2040 ഒരു ഇന്ത്യൻ ബഹിരാകാശ യാത്രികനെ ചന്ദ്രനിൽ ഇറക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നു. അപ്പോൾ ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കുക എന്നത് മാത്രമല്ല, 2040 ഒരു ഇന്ത്യൻ ബഹിരാകാശ യാത്രികനെ ചന്ദ്രനിലേക്ക് ഇറക്കാനും ഇന്ത്യ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം, അതിൻ്റെ പേരെന്താണ്? ഭാരത് അന്തരീക്ഷ സ്റ്റേഷൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ത്യക്ക് എന്തിനാ സ്വന്തമായിട്ടൊരു ബഹിരാകാശ നിലയമൊന്ന്, ISS എന്ന് വിചാരിക്കും, അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ വിചാരിക്കും. ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അത് ഇന്ത്യയുടെ ഓണർഷിപ്പിലുള്ളതാണോ? അല്ല, അതിൽ ഇന്ത്യക്ക് ഓണർഷിപ്പ് ഇല്ല. അത് ശരിക്കും 5 സ്പേസ് ഏജൻസികളുടെ ഓണർഷിപ്പിൽ വരുന്നതാണ്. അത് നാസയുണ്ട്, അമേരിക്കൻ സ്പേസ് ഏജൻസിയായ നാസയുണ്ട്, പിന്നെ റഷ്യൻ സ്പേസ് ഏജൻസി ഉണ്ട്, പിന്നെ ജാപ്പനീസ് സ്പേസ് ഏജൻസി ഉണ്ട്, പിന്നെ യൂറോപ്പിലെ 22 രാജ്യങ്ങളടങ്ങിയ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഉണ്ട്, പിന്നെ കനേഡിയൻ സ്പേസ് ഏജൻസി, കാനഡയുടെ കനേഡിയൻ സ്പേസ് ഏജൻസി. ഈ 5 രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഈ 5 സ്പേസ് ഏജൻസികളുടെ നിയന്ത്രണത്തിലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ISS വരുന്നത്. അതിൽ ഇന്ത്യയുടെ പങ്കാളിത്തമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ സ്വന്തമായിട്ട് ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്ന ബഹിരാകാശ നിലയം, അതിൻ്റെ പേരാണ് ഭാരത് അന്തരീക്ഷ സ്റ്റേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ നിർദ്ദിഷ്ട തദ്ദേശീയ ബഹിരാകാശ നിലയ പദ്ധതിയിൽ ഏതൊക്കെ സംഘടനകളാണ് സഹകരിക്കുന്നത്? അപ്പോൾ ഈ പദ്ധതിയിൽ സഹകരിക്കുന്ന സംഘടനകൾ ഏതൊക്കെയാണ്? ISROയും DBTയും, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി. ISROയും ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റും ഈ 2 സംഘടനകളാണ് ഈ നിലയം സ്ഥാപിക്കുന്നതിൻ്റെ ഈ പദ്ധതിയിൽ പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്നത്. ഓക്കെ, അടുത്തത് മേജർ അറ്റ്മോസ്ഫിയറിക് ചെറൻകോവ് എക്സ്പെരിമെൻ്റ് ഒബ്സർവേറ്ററി, മെയ്സ് എന്ന് പറയുന്ന വാന നിരീക്ഷണ കേന്ദ്രം. മേജർ അറ്റ്മോസ്ഫിയറിക് ചെറൻകോവ് എക്സ്പെരിമെൻ്റ് എന്നാണ് മെയ്സിൻ്റെ ഫുൾ ഫോം. ആ ഒബ്സർവേറ്ററി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ലഡാക്കിലാണ്, ഇന്ത്യയിലെ ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഉദ്ഘാടനം ചെയ്തത് 2024 ഒക്ടോബർ 4. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും റീസെൻ്റ് ആയിട്ടാണ് നടന്നത്. 2024 ഒക്ടോബർ 4 ഈ ഒബ്സർവേറ്ററി ഇനാഗുറേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇവിടെ അറിയാനായിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4300 മീറ്റർ അല്ലെങ്കിൽ 14,107 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഇമേജിംഗ് ചെറൻകോവ് ദൂരദർശിനിയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്തുള്ള, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ഇമേജിംഗ് ചെറൻകോവ് ടെലിസ്കോപ്പ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ഇന്ത്യയിലെ ലഡാക്കിലുള്ള മെയ്സ് ഒബ്സർവേറ്ററിയിലാണ്. അത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. അത് ഉദ്ഘാടനം ചെയ്തത് 2024 ഒക്ടോബർ 4 ഉദ്ഘാടനം ചെയ്തത്. അടുത്തത് റൂമി 1 റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം. റൂമി 1 എന്ന റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ഇന്ത്യയാണ്. റൂമി 1 റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ഇന്ത്യയുടെ റോക്കറ്റാണ് റൂമി 1. പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ്, ഇന്ത്യയുടെ ആദ്യത്തെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന, റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഹൈബ്രിഡ് റോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലിക്വിഡ് ഫ്യൂവലും സോളിഡ് ഫ്യൂവലും ഉപയോഗിക്കാനായിട്ട് പറ്റും, അതിൻ്റെ ഫ്യൂവലായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് ഏതാണ്? റൂമി 1 ആണ്. അത് വികസിപ്പിച്ചത് ആരാണ്? തമിഴ്നാട് ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പ് സ്പേസ് സോൺ ഇന്ത്യ. തമിഴ്നാട് ആസ്ഥാനമായിട്ടുള്ള എയറോസ്പേസ് സ്റ്റാർട്ടപ്പ് കമ്പനിയായ സ്പേസ് സോൺ ഇന്ത്യയാണ് വികസിപ്പിച്ചെടുത്തത്. വിക്ഷേപണ തീയതി 2024 ഓഗസ്റ്റ് 24 ചെന്നൈയിൽ നിന്നാണ് വിക്ഷേപിച്ചത് കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, റൂമി 1 എന്ന റോക്കറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ്, വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന റോക്കറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന റോക്കറ്റ് റൂമി 1 ആണ്. അത് വികസിപ്പിച്ചത് സ്പേസ് സോൺ ഇന്ത്യയാണ്. ചെന്നൈയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. 2024 ഓഗസ്റ്റ് 24 വിക്ഷേപിച്ചത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കീവേഡും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. മൊബൈൽ ലോഞ്ച് പാഡ് എന്ന് പറയുന്ന കീവേഡും കൂടെ
ഓർത്ത് വെച്ചേക്കുക. നമുക്കറിയാം ലോഞ്ച് പാഡ് അറിയാം, ലോഞ്ച് പാഡിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത് അല്ലേ റോക്കറ്റ്. അപ്പോൾ മൊബൈൽ ലോഞ്ച് പാഡ് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഈ ലോഞ്ച് പാഡ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനും അതുപോലെ ആംഗിളും മറ്റും കാര്യങ്ങളൊക്കെ ടിൽറ്റ് ചെയ്യാനും മൂവ് ചെയ്യിക്കാനൊക്കെ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ലോഞ്ച് പാഡ് കൂടിയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ റോമി 1 ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. അടുത്തത് മംഗൾയാൻ 2 ദൗത്യം വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? മംഗൾയാൻ 2. മംഗൾയാൻ എന്താണ്? ഇന്ത്യയുടെ മാർസ് മിഷനാണ് അല്ലേ, ചൊവ്വ ദൗത്യമാണ്. 2013 മംഗൾയാൻ 1 വിക്ഷേപിച്ചത്, അത് വിജയകരമായിരുന്നു. അപ്പോൾ മംഗൾയാൻ 2 ഇന്ത്യ വിക്ഷേപിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏത് റോക്കറ്റാണ് ഉപയോഗിക്കുന്നത്? LVM-3, ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3, അല്ലെങ്കിൽ GSLV മാർക്ക് 3 എന്നും പറയും. അപ്പോൾ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 ആണ് ഉപയോഗിക്കാൻ പോകുന്ന റോക്കറ്റ് മംഗൾയാൻ 2വിന് വേണ്ടി. ഈ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ശക്തമായിട്ടുള്ള റോക്കറ്റാണ്. കാരണം വളരെ ഹെവി ആയിട്ടുള്ള പേലോഡ്സിനെ വരെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ള കേപ്പബിലിറ്റി ഉള്ള റോക്കറ്റാണ് കേട്ടോ. വളരെ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനൊക്കെ ഉള്ള റോക്കറ്റാണ് LVM-3 എന്ന് പറയുന്നത്. അടുത്തത് ശക്തിസാറ്റ് ദൗത്യം ആരംഭിച്ച സംഘടന ഏതാണ്? ശക്തി സാറ്റലൈറ്റ്. അപ്പോൾ ഈ ശക്തിസാറ്റ് എന്ന് പറയുന്ന ദൗത്യം ആരംഭിച്ച സംഘടന ഏതാണ്? സ്പേസ് കിഡ്സ് ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയിലുള്ള സ്പേസ് കിഡ്സ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനമാണ് ശക്തിസാറ്റ് എന്ന ദൗത്യം ആരംഭിച്ചത്. അപ്പോൾ ഈ ദൗത്യത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ 108 രാജ്യങ്ങളിൽ നിന്നുള്ള 14 മുതൽ 18 വയസ്സ് പ്രായമുള്ള 12,000 പെൺകുട്ടികൾക്ക് ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകുക. അതാണ് ഈ ഒരു ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ശക്തിസാറ്റ് എന്ന് പറയുന്ന സ്പേസ് കിഡ്സ് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ദൗത്യത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ലോകത്തിലെ 108 രാജ്യങ്ങളിൽ നിന്നുള്ള 12,000 പെൺകുട്ടികൾ, 14 തൊട്ട് 18 വയസ്സ് വരെയുള്ള 12,000 പെൺകുട്ടികൾക്ക് സ്പേസ് ടെക്നോളജിയിൽ പരിശീലനം നൽകുക എന്നതാണ് ലക്ഷ്യം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ 12,000 കുട്ടികൾക്ക് പരിശീലനം നൽകിയിട്ട് ഇതിൽ നിന്ന് 108 കുട്ടികളെ തിരഞ്ഞെടുക്കും. അതായത് ഓരോ രാജ്യത്ത് നിന്നും ഓരോ കുട്ടികളെ വീതം 108 കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് നേരിട്ട് ഈ സാറ്റലൈറ്റ് നിർമ്മാണവും മറ്റു കാര്യങ്ങളൊക്കെ നേരിട്ട് കാണാനും അതിൽ ഇൻവോൾവ് ചെയ്യാനുമായിട്ടുള്ള അവസരം കൊടുക്കും കേട്ടോ. അപ്പോൾ ശക്തിസാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കീവേഡ് ഇത്രയേ ഉള്ളൂ, ശക്തിസാറ്റ് സ്പേസ് കിഡ്സ് ഇന്ത്യ. അതായിരിക്കും പ്രധാനമായിട്ട് ചോദിക്കുന്നത്, ശക്തിസാറ്റ് സ്പേസ് കിഡ്സ് ഇന്ത്യ. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യമായി വികസിപ്പിച്ച റോക്കറ്റിന്റെ പേരെന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രൈവറ്റ് ആയിട്ട് വികസിപ്പിച്ച റോക്കറ്റിന്റെ പേരെന്താണ്? വിക്രം എസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യമായി വികസിപ്പിച്ച റോക്കറ്റിന്റെ പേരാണ് വിക്രം എസ്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പായ സ്കൈറൂട്ട് എയറോസ്പേസ് ആണ് വികസിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് ഏത് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് വികസിപ്പിച്ചത്? സ്കൈറൂട്ട് എയറോസ്പേസ് ആണ് കേട്ടോ. ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള സ്കൈറൂട്ട് എയറോസ്പേസ് ആണ്. മിഷൻ പ്രാരംഭ് എന്ന് പേരിട്ടിരിക്കുന്ന റോക്കറ്റിന്റെ ആദ്യ പറക്കൽ 2022 നവംബർ 18 നടന്നു. ഓക്കെ, അപ്പോൾ ഈ മിഷൻ, അതായത് വിക്രം എസ് എന്ന് പറയുന്ന റോക്കറ്റിന്റെ ആദ്യത്തെ പറക്കൽ, ആദ്യത്തെ ലോഞ്ച് നടന്ന എപ്പോഴാണ്? 2022 നവംബർ 18 അതിന് മിഷൻ പ്രാരംഭ് എന്ന് പേരും നൽകിയിരുന്നു. ഓക്കെ, അടുത്തത് ബ്രസീൽ വികസിപ്പിച്ച് ISRO വിക്ഷേപിച്ച ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? ആമസോണിയ 1. ആ ഒരു പോയിന്റ് അങ്ങനെയാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. എന്താ? ബ്രസീൽ വികസിപ്പിച്ച് ISRO ബ്രസീലിന് വേണ്ടി വിക്ഷേപിച്ച ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? ആമസോണിയ 1 ആണ്. ആമസോണിയ 1 ആണ് കേട്ടോ. നമുക്ക് ബ്രസീൽ എന്ന് കേൾക്കുമ്പോൾ ആമസോൺ മഴക്കാടുകളൊക്കെ ഓർമ്മ വരും അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈസിയാണ്, ഓർത്ത് വെച്ചേക്കുക. ആമസോണിയ 1 ആണ് ആ ഉപഗ്രഹത്തിന്റെ പേര്. ബ്രസീലിന് വേണ്ടി ISRO വിക്ഷേപിച്ച ഉപഗ്രഹമാണ്. അടുത്തത് 2024 മാർച്ച് 22 കർണാടകയിലെ ചിത്രദുർഗ പരീക്ഷണ കേന്ദ്രത്തിൽ ISRO വിജയകരമായി ഇറക്കിയ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം ഏതാണ്? പുഷ്പകാണ് കേട്ടോ. 2024 മാർച്ച് 22 കർണാടകയിലെ ചിത്രദുർഗ പരീക്ഷണ കേന്ദ്രത്തിൽ ISRO വിജയകരമായി ഇറക്കിയ പുനരുപയോഗിക്കാവുന്ന റോക്കറ്റ്. അതായത് വീണ്ടും സാധാരണയായിട്ട് റോക്കറ്റ് നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് എന്താ ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത് പൊട്ടിത്തെറിച്ചൊക്കെ പോകും. പക്ഷേ ഇത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന റോക്കറ്റാണ്. അതിനെ തിരിച്ച് വിജയകരമായിട്ട് ഇറക്കി. 2024 മാർച്ച് 22 ഇറക്കി. ആ റോക്കറ്റിൻ്റെ പേര് പുഷ്പക് എന്നാണ് കേട്ടോ. റീയൂസ് ചെയ്യാൻ പറ്റുന്ന റോക്കറ്റാണ്. ഓക്കെ, അടുത്തത് 2024 ജോൺ എൽ ജാക്ക് സ്വീഗട്ട് ജൂനിയർ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? 2024 ഒരു നീളമുള്ള പേരാണല്ലേ, ജോൺ എൽ ജാക്ക് സ്വീഗട്ട് ജൂനിയർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 മിഷൻ ടീമിനാണ്. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 മിഷൻ നയിച്ച ടീമിനാണ് ആ പുരസ്കാരം ലഭിച്ചത്. ഇത് ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോളോ 13 ഭാഗമായിരുന്ന ഒരു അമേരിക്കൻ ആസ്ട്രോനോട്ടാണ് ജോൺ എൽ ജാക്ക് സ്വീഗട്ട് ജൂനിയർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം കൊടുക്കുന്ന പുരസ്കാരമാണ് ഇത്. അത് ലഭിച്ചത് 2024 ആ പുരസ്കാരം ലഭിച്ചത് ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 മിഷൻ ടീമിനാണ് കേട്ടോ. ചന്ദ്രയാൻ 3 ടീമിനാണ് ആ പുരസ്കാരം ലഭിച്ചത്.
അടുത്തത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, നമുക്ക് ISROയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ബഹിരാകാശത്ത് സ്വയം നിയന്ത്രിത പേടക ഡോക്കിംഗ്, അൺഡോക്കിംഗ് സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത ISROയുടെ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഏതാണ്? സ്പേഡെക്സ് അല്ലേ? നമുക്കറിയാം ഡോക്കിംഗ് എന്ന പേര് കേട്ടാൽ തന്നെ നമുക്ക് സ്പേഡെക്സ് ആണെന്ന് ഉറപ്പിക്കാം. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് എന്നാണ് ഫുൾ ഫോം സ്പേഡെക്സ്. അപ്പോൾ ബഹിരാകാശത്ത് വെച്ച് സ്പേസിൽ വെച്ച് ഡോക്കിംഗ് അൺഡോക്കിംഗ് ചെയ്യാം അല്ലേ? രണ്ട് സാറ്റലൈറ്റുകളുടെയോ അല്ലെങ്കിൽ രണ്ട് സ്പേസ് ക്രാഫ്റ്റുകളുടെ രണ്ട് പേടകങ്ങളുടെയോ ഡോക്കിംഗ് അൺഡോക്കിംഗ് ഇന്ത്യക്കും സാധ്യമാകും എന്ന് കാണിച്ചു കൊടുത്ത ദൗത്യമാണ് സ്പേഡെക്സ് എന്ന് പറയുന്ന ദൗത്യം. ഓക്കെ, അപ്പോൾ വിക്ഷേപണ തീയതി 2024 ഡിസംബർ 30 ഡിസംബർ 30 വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം PSLV C60 ഇമ്പോർട്ടൻ്റ് ആണ്. വിക്ഷേപണ വാഹനം PSLV C60. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ISRO ഈ വിക്ഷേപണത്തിലൂടെ 2 സാറ്റലൈറ്റുകളെ ബഹിരാകാശത്തേക്ക് അയച്ചു. എന്നിട്ട് ഈ 2 സാറ്റലൈറ്റുകളും മനുഷ്യൻ്റെ ഇടപെടലില്ലാതെ തന്നെ ഡോക്ക് ചെയ്യുകയും കൂടിച്ചേരുകയും വീണ്ടും അൺഡോക്ക് ചെയ്തു, വീണ്ടും അതെന്താണ് ഡോക്ക് ചെയ്ത് കാണിച്ചു, നമുക്കും പറ്റുമെന്ന് കാണിച്ചു. അപ്പോൾ ആദ്യത്തെ ഡോക്കിംഗ് നടന്നത് ജനുവരി 16 2025 ജനുവരി 16 ആദ്യത്തെ ഡോക്കിംഗ് നടന്നത്. ആദ്യത്തെ ഫസ്റ്റ് അൺഡോക്കിംഗ് വേർപെട്ടത്. ആദ്യത്തെ അൺഡോക്കിംഗ് നടന്നത് മാർച്ച് 13 2025 മാർച്ച് 13. ഇനി രണ്ടാമത് വീണ്ടും ഡോക്ക് ചെയ്തത് എപ്പോഴാണ്? ഏപ്രിൽ 20 2025 ഏപ്രിൽ 20. അപ്പം ഈ 3 ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചിരിക്കുക. ഫസ്റ്റ് ഡോക്കിംഗ് നടന്നത് ജനുവരി 16, എല്ലാം ഈ വർഷം തന്നെയാണ്, ജനുവരി 16. ഫസ്റ്റ് അൺഡോക്കിംഗ് നടന്നത് മാർച്ച് 13. സെക്കൻഡ് ഡോക്കിംഗ് വീണ്ടും ഡോക്ക് ചെയ്തത് ഏപ്രിൽ 20 2025 ഏപ്രിൽ 20. മനുഷ്യ ഇടപെടലില്ലാതെ 500 മീറ്റർ ദൂരത്തിൽ നിന്ന് ഫുള്ളി ഓട്ടോണോമസ് ഇന്റർ സാറ്റലൈറ്റ് ഡോക്കിംഗ് നടത്തി. മനുഷ്യൻ്റെ ഇടപെടലൊന്നും ഇല്ലാതെ തന്നെ 15 മീറ്റർ ദൂരത്ത് നിന്നുള്ള ഈ സാറ്റലൈറ്റുകൾ ഫുള്ളി ഓട്ടോണമസ് ആയിട്ട് സ്വയം നിയന്ത്രിത ഡോക്കിംഗ് നടത്തി. ഡോക്കിംഗ് നടത്തുകയും ഇതിൻ്റെ എനർജി ട്രാൻസ്മിഷൻ നടത്തുകയും ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫർ നടത്തുകയും ചെയ്തു. വിജയകരമായ ഡോക്കിങ്ങോടെ US, റഷ്യ, ചൈന എന്നിവയ്ക്കൊപ്പം ഇൻസ്പേസ് ഡോക്കിംഗ് കഴിവുകൾ നേടിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. അപ്പോൾ ഇതിനു മുമ്പായിട്ട് USഉം റഷ്യയും ചൈനയൊക്കെ ഈ ഇൻസ്പേസ് ഡോക്കിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്പേഡെക്സ് എന്ന മിഷനിലൂടെ ഇന്ത്യ 4ാമത്തെ രാജ്യമായി മാറി. ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി മാറി. ഇനി കുറച്ചുകൂടി 1-2 ഫാക്ടോട് ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 സാറ്റലൈറ്റ് ആണ് ഇതിനു വേണ്ടി വിക്ഷേപിച്ചത്. ആ സാറ്റലൈറ്റിന്റെ പേര് SDX-01 SDX-02 ആണ് കേട്ടോ. സ്പേഡെക്സ് 01 സ്പേഡെക്സ് 02 ആണ്. ഈ SDX-01 ചേസർ എന്നും SDX-02 ടാർഗറ്റ് എന്നും വിളിച്ചു. അല്ലെങ്കിൽ ഇതിൻ്റെ പേര് SDX-01 ചേസർ ആണ്, SDX-02 ടാർഗറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കാരണം ആ സാറ്റലൈറ്റുകൾ ഏതൊക്കെയാണ്? SDX-01 SDX-02 01 ചേസറും 02 ടാർഗറ്റ്. ഇൻ കേസ് ചോദ്യം അങ്ങനെ വരുവാണെങ്കിൽ ഈ SDX-01 SDX-02 നൽകിയിരുന്ന പേരുകൾ എന്തൊക്കെയാണ്, അല്ലെ അവയ്ക്ക് നൽകിയിരുന്ന പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേസർ, ടാർഗറ്റ്. അപ്പോൾ ഈ 2 പോയിന്റോട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ സ്പേഡെക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പേഡെക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്പേഡെക്സ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്ലാസ് നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതൊന്നുകൂടെ നിങ്ങൾ വ്യക്തമായിട്ട് കാണുക, കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ശരി, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്തേക്ക് അയക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യം ഗഗൻയാൻ അല്ലെ? നമ്മൾ ഒരുപാടായിട്ട് ഈ ഇടയ്ക്ക് കേൾക്കുന്നതാണ് ഗഗൻയാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇന്ത്യയുടെ ആദ്യത്തെ കീവേഡ് ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യം. ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യം, മനുഷ്യരെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യം ഏതാണ്? ഗഗൻയാനാണ് കേട്ടോ. ദൗത്യത്തിന് തിരഞ്ഞെടുത്ത 4 ബഹിരാകാശ യാത്രികർ ആരൊക്കെയാണ്? ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻശു ശുക്ല. ശുഭാൻശു ശുക്ലയുടെ കാര്യം നമ്മൾ നേരത്തെ ആദ്യം കണ്ടു അല്ലേ? ISS-ലേക്ക് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്ന നാസയുടെ ആക്സിയം 4 മിഷൻ പൈലറ്റ് ചെയ്യുന്ന ആരാണ്? ശുഭാൻശു ശുക്ലയാണ് കേട്ടോ. അപ്പോൾ ഗഗൻയാന് മുമ്പ് തന്നെ ശുഭാൻശു ശുക്ല ബഹിരാകാശത്തേക്ക് പോകാനായിട്ട് പോവാണ്. ISS സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനാകാൻ പോകുന്നതും ശുഭാൻശു ശുക്ലയാണ്. അടുത്തത് ഗഗൻയാൻ ഇന്ത്യയെ USA, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം സ്വതന്ത്രമായി മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന 4ാമത്തെ രാജ്യമാക്കി മാറ്റും. നേരത്തെ സ്പേഡെക്സിൽ വന്ന പോലെ തന്നെ US, റഷ്യ, ചൈനയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് സ്വതന്ത്രമായിട്ട് ബഹിരാകാശത്തേക്ക് മനുഷ്യരെ അയക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറും. ഓക്കെ,
ഗഗൻയാൻ സഞ്ചാരികളുടെ പരിശീലനത്തിനായി ISRO രൂപീകരിച്ച സ്ഥാപനം. അപ്പോൾ ഈ ഗഗൻയാനിലൂടെ ബഹിരാകാശത്തേക്ക് പോകുന്ന ഈ 4 പേർക്ക് വേണ്ടി അവരുടെ പരിശീലനത്തിന് വേണ്ടി ISRO രൂപീകരിച്ച സ്ഥാപനമാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ ബംഗളൂരുവിലാണ്. ബംഗളൂരിലെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ ആണ് കേട്ടോ. അടുത്തത് മറ്റൊരു റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു എക്സ്പോസാറ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ പരീക്ഷകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ എക്സ്പോസാറ്റിൻ്റെ ചോദ്യങ്ങൾ പലതവണയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ എക്സ്പോസാറ്റ് എന്ന് പറയുന്ന ISROയുടെ ദൗത്യം എക്സ്റേ പൊളാരിമീറ്റർ ഉപഗ്രഹമാണ് കേട്ടോ എക്സ്പോസാറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ എക്സ്പോസാറ്റ് വിക്ഷേപിച്ച ബഹിരാകാശ ഏജൻസി ഏതാണ്? ISRO. ഞാൻ ഓൾറെഡി പറഞ്ഞ ISROയുടെ ദൗത്യമാണ് എക്സ്പോസാറ്റ്. എക്സ്റേ പൊളാരിമീറ്റർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇന്ത്യയുടെ ഒന്നാമത്തെയും ലോകത്തിലെ രണ്ടാമത്തെയും പൊളാരിമീറ്റർ ദൗത്യമാണ് കേട്ടോ. ഇന്ത്യയുടെ ഒന്നാമത്തെയും ലോകത്തിലെ രണ്ടാമത്തെയും. ലോകത്തിൽ ഒന്നാമത് ഇങ്ങനെ ഒരു ഉപഗ്രഹം പൊളാരിമീറ്റർ ഉപഗ്രഹം വിക്ഷേപിച്ച നാസയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒന്നാമത്തെയാണ്, ലോകത്തിലെ രണ്ടാമത്തെ പൊളാരിമീറ്റർ ദൗത്യമാണ്. ആകാശ സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ കിരണങ്ങളുടെ ധ്രുവീകരണം പഠിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ധ്രുവീകരണം എന്ന് വെച്ചാൽ പോളറൈസേഷൻ. അപ്പോൾ ആകാശ സ്രോതസ്സുകളിൽ നിന്ന് വരുന്ന എക്സ്റേസിന്റെ പോളറൈസേഷനെ പറ്റി പഠിക്കുക എന്നതാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്ന ഉപഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എക്സ്പോസാറ്റ് എക്സ്റേ പൊളാരിമീറ്റർ ഉപഗ്രഹം എന്താണ്? എക്സ്റേസിന്റെ ധ്രുവീകരണം, പോളറൈസേഷൻ പഠിക്കുക. ഇതൊക്കെയാണ് കീവേഡ്സ്. നിങ്ങൾ ഈ കീവേഡ്സ് ഓർത്തിരുന്നാൽ മതി, കാരണം ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ക്വസ്റ്റ്യൻ എന്താണ് ഓപ്ഷനൊക്കെ അവിടെ ഉണ്ടാവും. അടുത്തത് ഏത് ദൗത്യത്തിനായാണ് ISRO ക്രയോജനിക് എഞ്ചിൻ പരീക്ഷിച്ചത്? അപ്പോൾ ISRO ഏത് ദൗത്യത്തിന് വേണ്ടിയാണ് ക്രയോജനിക് എഞ്ചിൻ പരീക്ഷിച്ചത്? LV-M3 M6 മിഷൻ, ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 M6 മിഷന് വേണ്ടിയാണ് ISRO ക്രയോജനിക് എഞ്ചിൻ പരീക്ഷിച്ചത്. ക്രയോജനിക് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഞ്ചിനിലെ പ്രൊപ്പലൻസ് ആയിട്ട് ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനും ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള എഞ്ചിനാണ് ക്രയോജനിക് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ എഞ്ചിൻ പരീക്ഷിച്ചത് LV-M3 M6 മിഷന് വേണ്ടിയാണ്. ISROയുടെ ഏറ്റവും ശക്തമായ 3 ഘട്ടങ്ങളുള്ള റോക്കറ്റായ LV-M3 വിവിധ ഭ്രമണപഥങ്ങളിലേക്ക് ഭാരമേറിയ പേലോഡുകൾ വഹിക്കാൻ കഴിവുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 ആണ് ISROയുടെ ഏറ്റവും ശക്തിയുള്ള റോക്കറ്റ്. എന്താണ്? വളരെ ഭാരമേറിയ പേലോഡുകളെല്ലാം വഹിക്കാൻ പറ്റുന്ന റോക്കറ്റാണ് LV-M3, ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നാസയുടെയും ISROയുടെയും സംയുക്ത ഭൗമ നിരീക്ഷണ ദൗത്യം നിസാർ. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നാണ് ഫുൾ ഫോം. അപ്പം നാസയുടെയും ISROയുടെയും സംയുക്തമായിട്ടുള്ള ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ദൗത്യമാണ്, ഭൗമ നിരീക്ഷണ ദൗത്യമാണ് നിസാർ എന്ന് പറയുന്നത് കേട്ടോ. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. വിക്ഷേപണം 2025 പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ വർഷം തന്നെ വിക്ഷേപിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വിക്ഷേപണ വാഹനം GSLV മാർക്ക് 2 വിക്ഷേപിക്കാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നാസയുടെയും ISROയുടെയും സംയുക്ത ഭൗമ നിരീക്ഷണ ദൗത്യം ഏതാണ്? നിസാർ ആണ് കേട്ടോ. നിസാർ ഓർത്തു വെച്ചേക്കുക, നിസാർ. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ ശുക്രദൗത്യത്തിന്റെ പേരെന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ ശുക്രദൗത്യത്തിന്റെ പേര് ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്, ശുക്രയാൻ 1 അല്ലേ. ആദ്യത്തേതെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എന്താ? ശുക്രയാൻ 1 ആണ് അല്ലേ, 1 ആണ്. അപ്പോൾ ശുക്രയാൻ 1 ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ശുക്രദൗത്യം. വീനസ് ഓർബിറ്റർ മിഷനാണ് കേട്ടോ. വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റ്, ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യമാണ് ശുക്രയാൻ 1. 2028 മാർച്ച് 29 ISRO വിക്ഷേപിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന ശുക്രനിലേക്കുള്ള ഇന്ത്യയുടെ ഗ്രഹാന്തര ദൗത്യമാണ്. അപ്പോൾ 2028 മാർച്ച് 29 ഇത് വിക്ഷേപിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ശുക്രയാൻ 1 ലോഞ്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അടുത്തത് മറ്റൊരു അറിഞ്ഞിരിക്കേണ്ട ഒരു പദവിയാണ്. ISROയുടെ 11ാമത്തെ ചെയർമാനായി നിയമിതനായത് ആരാണ്? V. നാരായണൻ അല്ലേ. V. നാരായണനാണ് ISROയുടെ 11ാമത്തെ ചെയർമാനായിട്ട് നിയമിതനായത്. നിലവിലെ ISROയുടെ ചെയർമാൻ V. നാരായണനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം ബഹിരാകാശ വകുപ്പിൻ്റെ സെക്രട്ടറി കൂടിയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ സെക്രട്ടറി കൂടിയാണ് V. നാരായണൻ. ഓക്കെ, അടുത്തത് 2024 ഫെബ്രുവരിയിൽ ISRO ഭൂമിയിൽ തിരികെ എത്തിച്ച വിദൂര സംവേദന ഉപഗ്രഹം ഏതാണ്? കാർട്ടോസാറ്റ് 2. അപ്പോൾ വിദൂര സംവേദന ഉപഗ്രഹമാണ്. 2024 ഫെബ്രുവരിയിൽ ISRO ഭൂമിയിൽ തിരികെ എത്തിച്ച ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഏതാണ്? കാർട്ടോസാറ്റ് 2 ആണ് കേട്ടോ. അപ്പോൾ ISRO തിരികെ എത്തിച്ച ഉപഗ്രഹം, ടെലികമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹം സാറ്റലൈറ്റ് കാർട്ടോസാറ്റ് 2. തിരികെ എത്തിച്ച റോക്കറ്റ് വിക്ഷേപണ വാഹനം ഏതാണ്? പുഷ്പക. മാറിപ്പോകല്ലേ, നേരത്തെ നമ്മൾ പുഷ്പകിൻ്റെ കാര്യം പറഞ്ഞില്ലേ അല്ലേ, പുഷ്പകിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന റോക്കറ്റാണ്, തിരികെ എത്തിച്ചു, വിജയകരമായിട്ട് തിരിച്ചിറക്കി എന്ന് പറഞ്ഞു, അത് പുഷ്പകാണ്. ഇതെന്താണ്? തിരികെ കൊണ്ടുവന്ന ഉപഗ്രഹമാണ്, സാറ്റലൈറ്റ് ആണ്. അതേതാണ്? കാർട്ടോസാറ്റ് 2. അടുത്ത പ്രധാനപ്പെട്ട
മിഷൻ, 2 മിഷനെ പറ്റി നമുക്ക് പഠിക്കണം. ആദ്യത്തെ L1 മിഷനും ചന്ദ്രയാൻ 3 മിഷനും. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 2024 അല്ല, അതിന് മുമ്പ് നടന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാലും ഈ വർഷം ഇപ്പോൾ റീസെൻ്റായിട്ട് നടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമായിട്ട് ഈ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈ മിഷൻസ് നമുക്ക് എന്താണ് എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഉറപ്പായിട്ടും നിങ്ങളത് പഠിച്ചിരിക്കണം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവർത്തിച്ച് ചോദ്യം വരുന്ന പോയിന്റ്സ് ആണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. നോക്കാം. ആദ്യത്തെ L1 മിഷനാണ്. L1 മിഷനാണ് ആദ്യം പഠിക്കാനുള്ളത്. നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് അല്ലേ, സോളാർ മിഷനാണ് അല്ലേ. സൂര്യനെ പഠിക്കാനായിട്ട് ഇന്ത്യ ലോഞ്ച് ചെയ്ത ആദ്യത്തെ മിഷനാണ് L1 എന്ന് പറയുന്നത്. വിക്ഷേപണം നടന്നത് 2023 സെപ്റ്റംബർ 2-നാണ്. 2023 സെപ്റ്റംബർ 2-നാണ് L1 വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം PSLV C-57. വിക്ഷേപണ വാഹനം PSLV C-57 ആണ് വിക്ഷേപണ വാഹനം. ലക്ഷ്യസ്ഥാനം ഏതാണ്? സൂര്യൻ ഭൂമി ലഗ്രാഞ്ച് പോയിന്റ് 1 അല്ലെങ്കിൽ L1 അല്ലേ. ഇത് ഈ സാറ്റലൈറ്റ് എവിടെയാണ് ചെന്നെത്തുന്നത്? L1-ലേക്കാണ് ചെന്നെത്തുന്നത്. ലഗ്രാഞ്ച് പോയിന്റ് 1 അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ അങ്ങനെയാണ് പഠിക്കണം. ലഗ്രാഞ്ച് പോയിന്റ് 1 അല്ലെങ്കിൽ L1-ലേക്കാണ് ഇത് എത്തുന്നത്. അപ്പോൾ L1 എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് ഭൂമിയും ഇത് സൂര്യനുമാണെങ്കിൽ ഈ ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ഒരു പോയിന്റാണ് L1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഫോഴ്സുകൾ, ബലങ്ങൾ തുലനാവസ്ഥയിൽ വരുന്ന പോയിന്റുകളാണ്. ഇപ്പോൾ നമുക്കറിയാം ഭൂമിയും സൂര്യനും തമ്മിൽ എന്താണ് ഗുരുത്വാകർഷണ ബലം ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഫോഴ്സ് പുള്ളുണ്ടാവും. അപ്പോൾ ഈ ഫോഴ്സുകളെല്ലാം ഈക്വൽ ആകുന്ന അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന പോയിന്റാണ് ഈ ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറഞ്ഞാൽ. അത് തന്നെ നമുക്ക് L1, L2, L3, L4, L5 അങ്ങനെ 5 പോയിന്റുകളുണ്ട്. അതിൽ L1-ലാണ് ആദ്യത്തെ L1 ഉള്ളത്. ഓക്കെ, അതിൽ ലഗ്രാഞ്ച് പോയിന്റ് 1-ലാണ് ആദ്യത്തെ L1 ഇപ്പോൾ നിലവിലെത്തിയത്. എന്നാണ് എത്തിയത്? 2024 ജനുവരി 6-നാണ് കേട്ടോ. അപ്പോൾ 2023 സെപ്റ്റംബർ 2-ന് അതിനെ ലോഞ്ച് ചെയ്തു, വിക്ഷേപിച്ചു. 2024 ജനുവരി 6-ന് അത് L1-ൽ എത്തി അല്ലേ. L1 ലഗ്രാഞ്ച് പോയിന്റ് 1-ലെത്തി. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഈ ഭൂമിയും ലഗ്രാഞ്ച് പോയിന്റും തമ്മിലുള്ള അകലം, അതായത് സൂര്യനെ പറ്റി പഠിക്കാനായിട്ടാണ് ഈ സാറ്റലൈറ്റ് പോയിരിക്കുന്നത്. അപ്പോൾ എത്ര ദൂരം പോയി ഭൂമിയിൽ നിന്ന്? 1.5 മില്യൺ കിലോമീറ്റർ. 1.5 മില്യൺ കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ കിലോമീറ്റർ അകലെയാണ് ഭൂമിയിൽ നിന്ന് ഈ L1 പോയിന്റ് ഉള്ളത്, അല്ലെങ്കിൽ ആദ്യത്തെ L1 സാറ്റലൈറ്റ് ഉള്ളത്. അപ്പോൾ 1.5 മില്യൺ കിലോമീറ്റർ എന്ന് വെച്ചാൽ 15 ലക്ഷം കിലോമീറ്റർ. അപ്പോൾ ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം എത്രയാണ്? അത് അപ്രോക്സിമേറ്റ്ലി 150 മില്യൺ ആണ്. 150 മില്യൺ കിലോമീറ്റർ ആണ്. അപ്പോൾ 1.5 മില്യൺ കിലോമീറ്റർ ആണ് ഭൂമിയും ആദ്യത്തെ L1-ഉം തമ്മിലുള്ള ദൂരം. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം 150 മില്യൺ കിലോമീറ്റർ ആണ്. ഏകദേശം എന്താണ് 100 മടങ്ങുണ്ടല്ലേ ഇനിയും. അപ്പോൾ 15 ലക്ഷം കിലോമീറ്റർ ഇവ തമ്മിൽ, മൊത്തം ഭൂമിയും സൂര്യനും തമ്മിൽ 15 കോടി കിലോമീറ്റർ അകലമുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ ചോദ്യം ഉണ്ടായിരുന്നു. ഇവ തമ്മിലുള്ള ദൂരം എത്ര മടങ്ങാണ് എന്ന് ചോദിച്ചുകൊണ്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിങ്ങൾ ഈ നമ്പേഴ്സ്, ഈ ദൂരത്തിൻ്റെ കണക്ക് കൃത്യമായിട്ട് അത് മനസ്സിലൊന്ന് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൂര്യൻ്റെ പകുതി ദൂരത്ത് പോലും എത്തിയിട്ടില്ല അല്ലേ. 100-1 ദൂരത്തിൽ നിൽക്കുവാണ് L1. അവിടെ നിന്ന് സൂര്യൻ വീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഈ ആദ്യത്തെ L1 സാറ്റലൈറ്റ് ഓർബിറ്റ് ചെയ്യുന്നത് ഏത് ഓർബിറ്റിലാണ്? ഹാലോ ഓർബിറ്റിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഇവിടെ L1 എന്ന് പറയുന്ന പോയിന്റിലാണ് ആദ്യത്തെ L1 സാറ്റലൈറ്റ് ഉള്ളത്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ പോയിന്റിൽ അവിടെ തന്നെ നിൽക്കുകയില്ല. ആ പോയിന്റിന് ചുറ്റും ഒരു ഭ്രമണപഥമുണ്ട്. ഒരു ഓർബിറ്റിൽ ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പോയിന്റിന് ചുറ്റും. എന്നിട്ടാണ് സൂര്യനെ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ആ ഓർബിറ്റിൻ്റെ പേര് ഹാലോ ഓർബിറ്റാണ് കേട്ടോ. ഹാലോ ഓർബിറ്റ് എന്നാണ് ആ ഓർബിറ്റിൻ്റെ പേര്. അടുത്തത് ചന്ദ്രയാൻ 3 മിഷൻ. വളരെ പ്രധാനപ്പെട്ട മിഷനാണ് അല്ലേ. നമ്മുടെ ഒരു ചരിത്ര നേട്ടമായിരുന്നു ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. വിക്ഷേപണം നടന്നത് 2023 ജൂലൈ 14-നാണ്. 2023 ജൂലൈ 14. ഈ ഡേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രയാൻ 3-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട മിഷനാണ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യമായിട്ട് ഇന്ത്യ മാറിയത് ഈ ദൗത്യത്തിലൂടെയാണ്. അപ്പോൾ വിക്ഷേപണം നടന്നത് 2023 ജൂലൈ 14-ന്. വിക്ഷേപണ വാഹനം LV-M3M4 ആണ് വിക്ഷേപണ വാഹനം. ലാൻഡ് ചെയ്തത് 2023 ഓഗസ്റ്റ് 23. അപ്പോൾ 2023 ജൂലൈ 14-ന് വിക്ഷേപിച്ചു. ഓഗസ്റ്റ് 23-ന് ലാൻഡ് ചെയ്തു. അപ്പോൾ ഈ ഡേറ്റിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഓഗസ്റ്റ് 23-ന് നമ്മുടെ, അതായത് ചന്ദ്രയാൻ 3
സക്സസ്ഫുള്ളായിട്ട് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്ത ആ ദിവസത്തെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാനായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ നാഷണൽ സ്പേസ് ഡേ, ഇന്ത്യൻ നാഷണൽ സ്പേസ് ഡേ എന്നാണ് ഓഗസ്റ്റ് 23 കേട്ടോ. ചന്ദ്രയാൻ 3 ഇറങ്ങിയ ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്, ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ആ പോയിന്റോട് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ജൂലൈ 14 വിക്ഷേപിച്ചു, ഓഗസ്റ്റ് 23 എന്താണ് ലാൻഡ് ചെയ്തു. ഇതിനിടയ്ക്ക് ഒരു ഡേറ്റും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഓഗസ്റ്റ് 5, 2023 ഓഗസ്റ്റ് 5, 2023 ഓഗസ്റ്റ് 5 ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത് കേട്ടോ. അപ്പോൾ ആ ഒരു പോയിന്റോട് ഓർത്ത് വെച്ചേക്കുക. ജൂലൈ 14 ഇവിടെ നിന്ന് തിരിച്ചു, ഇവിടെ നിന്ന് വിക്ഷേപിച്ചു, ഓഗസ്റ്റ് 5 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തി, എന്നിട്ട് ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ എന്താണ് സക്സസ്ഫുൾ ആയിട്ട് വിജയകരമായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട 2 പോയിന്റ്. ലാൻഡറിൻ്റെ പേര് വിക്രം ലാൻഡർ, റോവറിൻ്റെ പേര് പ്രഖ്യാൻ. അപ്പോൾ ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണ്, റോവറിൻ്റെ പേര് പ്രഖ്യാൻ. ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്. ഒരു പോയിന്റ് കൂടെ ഉണ്ട്. നമ്മൾ ഈ ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ലാൻഡ് ചെയ്ത പോയിന്റിനെ എന്ത് പേര് കൊടുത്തു? ശിവശക്തി പോയിന്റ് എന്ന് കൊടുത്തു കേട്ടോ. ശിവശക്തി പോയിന്റ്, അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ശിവശക്തി പോയിന്റ് എന്ന് അതിന് പേര് കൊടുത്തു. ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത ചന്ദ്രനിലെ ആ പോയിന്റിന്, ആ സ്ഥലത്തെ ശിവശക്തി പോയിന്റ് എന്ന് ഇന്ത്യ പേര് നൽകി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പേജിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് പ്രീവിയസ് ചോദ്യങ്ങളാണ്. കഴിഞ്ഞ വർഷമൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. ഈ പോയിന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ ISROയുമായിട്ടും അതേപോലെ തന്നെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ദൗത്യങ്ങളും മറ്റ് ന്യൂസുകളൊക്കെ നമ്മളിപ്പോൾ കണ്ടു. ഇത് നമുക്ക് കുറച്ച് ഇന്റർനാഷണൽ ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോക്കാം. വളരെ പ്രധാനപ്പെട്ട റീസെൻ്റ് ആയിട്ട് നടന്ന എന്താ പറയുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം സുനിത വില്യംസുമായിട്ട് ബന്ധപ്പെട്ട അല്ലേ 8 ദിവസത്തെ ദൗത്യത്തിന് വേണ്ടി സുനിത വില്യംസും വിൽ ബുച്ച്മോറും കൂടെ എന്താ പറയുന്ന ISSലേക്ക് പോയി. പക്ഷേ ചില ടെക്നിക്കൽ പ്രോബ്ലംസ് കാരണം അവർക്ക് തിരിച്ച് വരാനായിട്ട് പറ്റില്ല. ഏകദേശം 9 മാസത്തോളം അവരെന്താണ് അവിടെ കുടുങ്ങി അല്ലേ. അതിനുശേഷമാണ് തിരിച്ചെത്തിക്കുന്നത്. അപ്പോൾ അത് വാർത്തകളിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഈ കഴിഞ്ഞ മാർച്ചിലാണ് അവർ തിരികെ വന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ 2025 ജനുവരി 30 ബഹിരാകാശ നടത്ത റെക്കോർഡ് സ്ഥാപിച്ച ബഹിരാകാശ യാത്രിക ആരാണ്? സുനിത വില്യംസ് ആണ്. 2025 ജനുവരി 30 സുനിത വില്യംസ് ഒരു റെക്കോർഡ് എന്താണ് നേടി. റെക്കോർഡ് നേടാനുള്ള മെയിൻ കാരണം വെച്ചാൽ ഇത്രയും മാസം എന്താണ് അവർ അവിടെ കുടുങ്ങിപ്പോയി അല്ലേ, തിരിച്ചു വരാൻ പറ്റാതെ അവിടെ നിന്നു. അപ്പോൾ 2030 ആയപ്പോൾ അവർക്ക് പുതിയൊരു റെക്കോർഡ് കിട്ടി. എന്താ പറയുന്നത്, ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തം സ്പേസ് വാക്ക് ചെയ്ത ബഹിരാകാശ യാത്രിക എന്ന റെക്കോർഡ് ഇട്ടത് സുനിത വില്യംസ് ആണ്. 62 മണിക്കൂറും 6 മിനിറ്റുമാണ് കേട്ടോ. 62 മണിക്കൂറും 6 മിനിറ്റും ബഹിരാകാശം നടത്തുമെന്ന് വെച്ചാൽ ഈ സ്പേസ് ക്രാഫ്റ്റിൻ്റെ പുറത്തിറങ്ങി അല്ലേ, സ്പേസിലൂടെ മൂവ് ചെയ്യുക, അതാണ് ബഹിരാകാശ നടത്തം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചെയ്ത റെക്കോർഡ് ഇട്ട ഏറ്റവും കൂടുതൽ നേരം സ്പേസ് വാക്ക് ചെയ്ത ബഹിരാകാശ യാത്രിക ആരാണ്? സുനിത വില്യംസ് ആണ്. 62 മണിക്കൂറും 6 മിനിറ്റുമാണ് കേട്ടോ. ഇനി ആ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ്. വിക്ഷേപണം നടന്നത് 2024 ജൂൺ 5 2024 ജൂൺ 5 ഇവർ രണ്ടുപേരും ഇതിലേക്ക് പോയത്. പേടകം ഏതാണ്? ബോയിങ് സ്റ്റാർലൈനർ ആണ്. ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിലാണ് പുറപ്പെട്ടത്. ആദ്യത്തെ പദ്ധതിയിലുള്ള ദൈർഘ്യം 8 ദിവസം. 8 ദിവസത്തേക്ക് വേണ്ടിയാണ് പോയത്. പക്ഷേ യഥാർത്ഥ ദൈർഘ്യം എത്ര എടുത്തു? 286 ദിവസം എടുത്തു. 9 മാസങ്ങളിൽ കൂടുതൽ എന്താണ് എടുത്തു അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തിരിച്ച് വരാനായിട്ട്. തിരിച്ചെത്തിയത് 2025 മാർച്ച് 18, കഴിഞ്ഞ മാസം 18, കഴിഞ്ഞ മാസമല്ല കഴിഞ്ഞ മാസം 2025 മാർച്ച് 18 തിരിച്ചെത്തിയത്. തിരിച്ചെത്തിയ പേടകം സ്പേസ് എക്സ് ക്രൂ ഡ്രാഗണിലാണ് അവരെന്താണ് തിരിച്ചെത്തിയത്. മാർച്ച് 18 തിരിച്ചു വന്നു. സ്പേസ് എക്സ് ക്രൂ ഡ്രാഗണിലാണ് തിരിച്ച് എത്തിയത്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് വാർത്തകളിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടാണല്ലേ, ലൈവായിട്ടൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പറ്റിയല്ലേ. തിരിച്ച് ആ ക്യാപ്സ്യൂൾ വന്ന് മെക്സിക്കൻ ഉൾക്കടലിൽ വന്ന് വീഴുന്നതും ലാൻഡ് ചെയ്യുന്നതും അവർ പുറത്ത് വരുന്നതൊക്കെ നമ്മൾ എന്താണ് ലൈവായിട്ട് കണ്ടതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വെച്ചേക്കുക. അടുത്തത്, ചൊവ്വയിൽ ക്യൂരിയോസിറ്റി റോവർ കണ്ടെത്തിയ ധാതു ഏതാണ്? സിഡറൈറ്റ് ആണ് കേട്ടോ. നാസയുടെ ക്യൂരിയോസിറ്റി റോവർ ചൊവ്വയിൽ കണ്ടെത്തിയ മിനറൽ ധാതു ഏതാണ്? സിഡറൈറ്റ് ആണ്. അടുത്ത ചോദ്യം, ഫയർസാറ്റ് ഉപഗ്രഹ പദ്ധതിക്ക് ധനസഹായം നൽകിയ സംഘടന ഏതാണ്? ഗൂഗിൾ ഫണ്ട് ചെയ്ത സാറ്റലൈറ്റ് പ്രോഗ്രാമാണ് ഫയർസാറ്റ് കേട്ടോ. ഫയർസാറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് പ്രോഗ്രാമിന് ആര് ഫണ്ട് ചെയ്തു? ഗൂഗിൾ ഫണ്ട് ചെയ്തു. അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ ബഹിരാകാശ ദൂരദർശിനി എന്നറിയപ്പെടുന്ന നാസ വിക്ഷേപിച്ച ദൂരദർശിനി ഏതാണ്?
ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ആണ്. നാസ വിക്ഷേപിച്ച ലോകത്തിലെ ഏറ്റവും വലുതും ശക്തമേറിയതുമായ പവർഫുൾ ആയിട്ടുള്ള സ്പേസ് ടെലിസ്കോപ്പ് ഏതാണ്? ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ആണ്. 2021 ഡിസംബർ 25-നാണ് ഇത് വിക്ഷേപിക്കുന്നത് കേട്ടോ. അപ്പോൾ 2021-ലാണ് വിക്ഷേപിക്കുന്നത്. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സിൽ ഇത് പ്രധാനമായിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 2024 ജനുവരിയിൽ ഏറ്റവും പഴക്കമേറിയതും ദൂരെയുള്ളതുമായ തമോഗർത്തം ബ്ലാക്ക് ഹോള് കണ്ടെത്തി ഈ ടെലിസ്കോപ്പ്. അപ്പോൾ മനുഷ്യൻ ഇന്നേ വരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ദൂരെയുള്ളതും പഴക്കമേറിയതുമായിട്ടുള്ള ബ്ലാക്ക് ഹോള് കണ്ടെത്തിയ ടെലിസ്കോപ്പ് ഏതാണ്? ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പാണ് കേട്ടോ. അപ്പോൾ ആ പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. അടുത്തത്, ഭൂമിയുടെ അന്തരീക്ഷ ഘടന, കാലാവസ്ഥ രീതികൾ എന്നിവയുടെ ആഗോള നിരീക്ഷണങ്ങൾ നൽകുന്നതിനായി പേസ് ദൗത്യം ആരംഭിച്ച ബഹിരാകാശ ഏജൻസി നാസയാണ് കേട്ടോ. അപ്പോൾ നാസയുടെ ദൗത്യമാണ് പേസ്. PACE. പേസ് ദൗത്യം ആരുടെ ദൗത്യമാണ്? ആരുടെ മിഷനാണ്? നാസയുടെ മിഷനാണ് കേട്ടോ. ഭൂമിയുടെ അന്തരീക്ഷ ഘടന, കാലാവസ്ഥ രീതികൾ എന്നിവയെ പറ്റിയൊക്കെ ആഗോള നിരീക്ഷണങ്ങൾ നടത്താനായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് ആരംഭിച്ച നാസയുടെ ദൗത്യമാണ് പേസ് കേട്ടോ. പേസ്. അപ്പോൾ ഈ കീവേഡ്സ് ഓർത്ത് വെച്ചേക്കുക. പേസ് ആരുടെ ദൗത്യമാണ്? നാസയുടെ ദൗത്യമാണ്. അടുത്തത്, 2024 ഓഗസ്റ്റ് 4-ന് നാസയ്ക്കായി സ്പേസ് എക്സ് വിക്ഷേപിച്ച പേടകം. അപ്പം നാസയ്ക്ക് വേണ്ടി സ്പേസ് എക്സ് വിക്ഷേപിച്ച പേടകം ഏതാണ്? സിഗ്നസ് ബഹിരാകാശ പേടകമാണ് കേട്ടോ. അപ്പം നാസയ്ക്ക് വേണ്ടി സ്പേസ് എക്സ് വിക്ഷേപിച്ച പേടകമാണ് സിഗ്നസ് ബഹിരാകാശ പേടകം. 2025 വിക്ഷേപിക്കാൻ നിശ്ചയിച്ചിരുന്ന നാസ റദ്ദാക്കിയ ദൗത്യം ഏതാണ്? 2025 വിക്ഷേപിക്കാൻ നിശ്ചയിച്ചിരുന്നതും പക്ഷേ നാസ അത് റദ്ദാക്കുകയും ചെയ്ത ദൗത്യം വൈപ്പറാണ്. കാരണം കഴിഞ്ഞ വർഷം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നു, നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് വൈപ്പറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. വൈപ്പർ വോളറ്റൈൽസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് പോളാർ എക്സ്പ്ലോറേഷൻ റോവറാണ് കേട്ടോ. വൈപ്പർ എന്ന ദൗത്യത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ദൗത്യം നാസ ഉപേക്ഷിച്ചു, റദ്ദാക്കി. ഓക്കെ, അടുത്തത്, ഏത് രാജ്യമാണ് ആദ്യത്തെ അങ്കാര A5 ബഹിരാകാശ റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചത്? റഷ്യയാണ് കേട്ടോ. റഷ്യയാണ് അങ്കാര A5 ബഹിരാകാശ റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചത്. അങ്കാര A5 വിക്ഷേപിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ് കേട്ടോ. 2024 മാർച്ച് 26-ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്ത റഷ്യൻ ബഹിരാകാശ പേടകം ഏതാണ്? സോയൂസ് MS-25 ആണ് 2024 മാർച്ച് 26-ന്, കഴിഞ്ഞ വർഷം മാർച്ച് 26-ന് ISS ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്ത റഷ്യയുടെ പേടകം ഏതാണ്? സോയൂസ് MS-25 ആണ് കേട്ടോ. അടുത്തത്, നാസയും ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയായ ജാക്സയും ചേർന്ന് വിക്ഷേപിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ടുള്ള ഉപഗ്രഹം ലിഗ്നോസാറ്റ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. നാസയും ജപ്പാൻ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള ജാക്സയും ചേർന്ന് വിക്ഷേപിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ടുള്ള ഉപഗ്രഹം. അപ്പോൾ തടി കൊണ്ടുള്ള സാറ്റലൈറ്റ്, വുഡൻ സാറ്റലൈറ്റ് കേട്ടോ. അപ്പോൾ കീവേഡ്സ് എന്തൊക്കെയാണ്? തടി കൊണ്ടുള്ള സാറ്റലൈറ്റ് അല്ലേ, വുഡൻ സാറ്റലൈറ്റ്. ആരൊക്കെ തമ്മിലാണ് വിക്ഷേപിക്കുന്നത്? നാസയും ജാപ്പനീസ് എയറോസ്പേസ് ഏജൻസിയും ജാക്സയും ചേർന്ന് വിക്ഷേപിക്കുന്ന സാറ്റലൈറ്റാണ് ലിഗ്നോസാറ്റ് കേട്ടോ. ലിഗ്നോസാറ്റ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ടുള്ള ഉപഗ്രഹം, തടി കൊണ്ടുള്ള സാറ്റലൈറ്റ് ഏതാണ്? ലിഗ്നോസാറ്റ് ആണ്. അടുത്തത്, ഏത് പ്രോഗ്രാമിന് കീഴിലാണ് ISRO ബഹിരാകാശത്ത് വിത്ത് മുളയ്ക്കൽ പരീക്ഷണം നടത്തിയത്? അപ്പോൾ ISRO ബഹിരാകാശ സ്പേസിൽ വിത്ത് മുളപ്പിക്കൽ പരീക്ഷണം നടത്തി. അത് ഏത് പ്രോഗ്രാമിൻ്റെ കീഴിലാണ്? ക്രോപ്സ് എന്ന പ്രോഗ്രാമിൻ്റെ കീഴിലാണ് കേട്ടോ. കോമ്പാക്ട് റിസർച്ച് മോഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാൻ സ്റ്റഡീസ്. അതാണ് ക്രോപ്സിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ക്രോപ്സ് എന്ന പ്രോഗ്രാമിൻ്റെ കീഴിലാണ് ISRO ബഹിരാകാശത്ത് വിത്ത് മുളയ്ക്കൽ പരീക്ഷണം നടത്തിയത്. അടുത്തത്, 2026-ൽ ചന്ദ്രനിലേക്ക് പറക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റിൻ്റെയും ഓറിയോൺ ബഹിരാകാശ പേടകത്തിൻ്റെയും ആദ്യത്തെ ക്രൂ ടെസ്റ്റ് ഫ്ലൈറ്റ് ആകാൻ പോകുന്ന നാസ ദൗത്യം ഏതാണ്? ആർട്ടിമസ് 2 എന്ന് പറയുന്നത് നാസയുടെ ദൗത്യമാണ് കേട്ടോ. ആർട്ടിമസ് 2 നാസയുടെ ദൗത്യമാണ്. ഈ കീവേഡ് ഓർത്ത് വെച്ചേക്കുക. ആർട്ടിമസ് 2 ആരുടെയാണ്? നാസയുടെ ദൗത്യമാണ്. എന്താണ് ദൗത്യം? 2026-ൽ ചന്ദ്രനിലേക്ക് പറക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന ദൗത്യമാണ്. സ്പേസ് ലോഞ്ച് സിസ്റ്റം SLS റോക്കറ്റിൻ്റെയും ഓറിയോൺ ബഹിരാകാശ പേടകത്തിൻ്റെയും ആദ്യത്തെ ക്രൂ ടെസ്റ്റ് ഫ്ലൈറ്റ് ആകാൻ പോകുന്ന നാസ ദൗത്യമാണ് ആർട്ടിമസ് 2. അടുത്തത്, ചന്ദ്രന്റെ മറുവശത്ത് നിന്ന് പാറകൾ കൊണ്ടുവന്ന ചൈനീസ് ദൗത്യത്തിന്റെ പേരെന്താണ്? ചന്ദ്രന്റെ അപ്പുറത്തെ വശത്ത് നിന്ന് പാറകൾ കൊണ്ടുവന്ന ചൈനീസ് ദൗത്യം ഏതാണ്? ചാങ് E6 ആണ് കേട്ടോ. ചാങ് E6 ആണ്.
ചാങ്യി 6 ആണ് ആ ദൗത്യം. അടുത്തിടെ വാർത്തകളിൽ കണ്ട എർത്ത് കെയർ ഉപഗ്രഹ ദൗത്യം ഏതൊക്കെ 2 ബഹിരാകാശ ഏജൻസികൾ തമ്മിലുള്ള സംയുക്ത സംരംഭമാണ്? അപ്പോൾ ഈ എർത്ത് കെയർ കീവേഡ് ശ്രദ്ധിക്കുക. എർത്ത് കെയർ സാറ്റലൈറ്റ് മിഷൻ ഏതൊക്കെ ബഹിരാകാശ ഏജൻസികൾ തമ്മിലുള്ള സംരംഭമാണ് അല്ലെങ്കിൽ ദൗത്യമാണ്? യൂറോപ്യൻ സ്പേസ് ഏജൻസി ESAയും ജാപ്പനീസ് എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയായ ജാക്സയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ജാപ്പനീസ് സ്പേസ് ഏജൻസിയും തമ്മിലുള്ള ദൗത്യമാണ്, കൊളാബറേറ്റ് ചെയ്ത് നടത്തുന്ന ദൗത്യമാണ് എന്തെന്ന് പറഞ്ഞാൽ എർത്ത് കെയർ ഉപഗ്രഹ ദൗത്യം. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തത് ഐൻസ്റ്റീൻ പ്രോബ് അല്ലെങ്കിൽ എക്സ്റേ സ്പേസ് ടെലിസ്കോപ്പ് മിഷൻ എന്ന ബഹിരാകാശ ദൗത്യം ആരംഭിച്ച രാജ്യം ഏതാണ്? ചൈന. ഓക്കെ, അപ്പോൾ കീവേഡ് ഇത് ഓർത്ത് വെച്ചാൽ മതി. ഐൻസ്റ്റീൻ പ്രോബ് എന്ന് പറയുന്ന ബഹിരാകാശ ദൗത്യം ആരംഭിച്ച രാജ്യം ഏതാണ്? ചൈന ഐൻസ്റ്റീൻ പ്രോബ്. ഓക്കെ, അടുത്തത് ലൂപ്പെക്സ് കീവേഡ് നോട്ട് ചെയ്തേക്കുക. ലൂപ്പെക്സ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ ആണ് ലൂപ്പെക്സ് എന്ന് പറയുന്നത്. ലൂപ്പെക്സ് ദൗത്യത്തിൽ സംയുക്തമായി പ്രവർത്തിക്കുന്ന ബഹിരാകാശ ഏജൻസികൾ ഏതൊക്കെയാണ്? ISROയും ജാക്സയും ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയും. ISROയും ജപ്പാനും ചേർന്ന്, ഇന്ത്യയും ജപ്പാനും ചേർന്ന് നടത്തുന്ന ദൗത്യമാണ് അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്യുന്ന ദൗത്യമാണ് എന്തെന്ന് പറയുന്നത്? ലൂപ്പെക്സ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ. ഓക്കെ, ഓർത്ത് വെച്ചേക്കാം. അടുത്തത് ഗ്രഹപ്രതിരോധ പരീക്ഷണമായി ഒരു ചിഹ്നഗ്രഹത്തെ ഇടിച്ച് വ്യതിചലിപ്പിക്കാൻ നാസ വിക്ഷേപിച്ച ദൗത്യം ഏതാണ്? അപ്പോൾ പ്രതിരോധത്തിന് വേണ്ടി, അതായത് നമ്മുടെ പ്ലാനറ്റിൽ നിന്ന് ഡിഫെൻസിന് വേണ്ടി അല്ലേ? നമുക്കറിയാം നമ്മുടെ പ്ലാനറ്റ്, നമ്മുടെ ഗ്രഹത്തെ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ വലിയ ആസ്ട്രോയിഡ്സ് ഉണ്ട് അല്ലേ, ചിഹ്നഗ്രഹങ്ങൾ. ഈ ചിഹ്നഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ പാറ കഷ്ണങ്ങളാണ്. ഈ സൂര്യനെ ഭ്രമണം ചെയ്യുന്ന വലിയ പാറ കഷ്ണങ്ങളെയാണ് ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്നത്. മീറ്റിയോസ് എന്നാണ് ഉൽക്കകൾ. ഈ ആസ്ട്രോയിഡ്സിനേക്കാൾ വലിപ്പം ചെറിയ പാറ കഷ്ണങ്ങളെയാണ് മീറ്റിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആസ്ട്രോയിഡ്സ് എന്താണ് ഭൂമിയിൽ വന്ന് പതിച്ച് ഭൂമിയെ നശിപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ടല്ലേ, അത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത് ഭൂമിയിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യണം, ഇത് ഭൂമിയിൽ എത്തുന്നതിന് മുമ്പായിട്ട് അതിനെന്താണ് പൊട്ടിത്തെറിപ്പിച്ച് നശിപ്പിച്ച് കളയണം. ഇല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് വ്യതിചലിപ്പിച്ച് വിടണം. അത് ഭൂമിയിൽ ഇടിക്കാതെ വേറൊരു ദിശയിലേക്ക് അതിനെ വിടണം. അപ്പോൾ അങ്ങനെ ഒരു ആസ്ട്രോയിഡിനെ ഇടിച്ച് അതിൻ്റെ ദിശ മാറ്റി അതിനെ വ്യതിചലിപ്പിച്ച് മറ്റൊരു ദിശയിലേക്ക്, ഭൂമിയിൽ ഇടിക്കാതെ മറ്റൊരു ദിശയിലേക്ക് വിടുന്ന ആ ഒരു പരീക്ഷണം നടത്തിയത് നാസയുടെ ഏത് ദൗത്യമാണ്? DART ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് കേട്ടോ. അപ്പോൾ ചിഹ്നഗ്രഹത്തെ ഇടിച്ച് അതിന് ഡയറക്ഷൻ മാറ്റി ഭൂമിയിൽ ഇടിക്കാതെ, ഭൂമിയിൽ തട്ടാതെ, ഭൂമിക്ക് നാശം വിതയ്ക്കാതെ അതിനെ വേറൊരു ഡയറക്ഷനിലേക്ക് വിടുന്ന ആ ഒരു പരീക്ഷണം അല്ലെങ്കിൽ അത് ഏതാണ്? DART ആണ് കേട്ടോ, ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഗ്രഹ പ്രതിരോധ പരീക്ഷണമാണ് കേട്ടോ. നമ്മുടെ പ്ലാനറ്റിനെ, എർത്തിനെ എന്ത് ചെയ്യുക, ഭൂമി എന്ത് ചെയ്യുക, ഡിഫെൻഡ് ചെയ്യുക. ഓക്കെ, അടുത്തത് വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിലെ ട്രോജൻ ചിഹ്നഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യം ഏതാണ്? ലൂസി. ഓക്കെ, അപ്പോൾ നേരത്തെ എന്താണ്? ചിഹ്നഗ്രഹങ്ങളെ വ്യതിചലിപ്പിച്ച് ദിശ മാറ്റി വിടുന്ന ദൗത്യം ഏതാണ്? DART. ലൂസി എന്താണ്? വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിലുള്ള ട്രോജൻ ചിഹ്നഗ്രഹങ്ങളെ പറ്റി പഠിക്കാനായിട്ട് നാസ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യമാണ് ലൂസി. ഓക്കെ, ലൂസി. അടുത്തത് ചൊവ്വയിൽ നാസ പരീക്ഷണാർത്ഥം പറത്തിയ ഹെലികോപ്റ്റർ ഏതാണ്? ഇൻജെനുവിറ്റി ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ചൊവ്വയിൽ നാസ പരീക്ഷണാർത്ഥം പറത്തിയ ഹെലികോപ്റ്റർ ഏതാണ്? ഇൻജെനുവിറ്റി. ഭൂമി അല്ലാത്ത ഒരു ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ ആദ്യമായി പറന്ന ഹെലികോപ്റ്ററാണിത്. ഓക്കെ, അപ്പോൾ ഭൂമി അല്ലാത്ത ഒരു ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ ആദ്യമായി പറന്ന ഹെലികോപ്റ്ററാണ് ഇൻജെനുവിറ്റി എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, അടുത്തത് 2024 സെപ്റ്റംബറിൽ വിക്ഷേപിച്ച ചരിത്രത്തിൽ ആദ്യമായി സിവിലിയന്മാരെ ബഹിരാകാശ നടത്തത്തിന് അയച്ച സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകം ഏതാണ്? പൊളാരിസ് ഡോൺ ആണ്. ഓക്കെ, അപ്പോൾ സിവിലിയന്മാരെ, സാധാരണ പൗരന്മാരെ സ്പേസ് വാക്ക് ചെയ്യാനായിട്ട് സ്പേസ് എക്സ് വിക്ഷേപിച്ച ക്രൂ ഡ്രാഗൺ പേടകം ഏതാണ്? പൊളാരിസ് ഡോൺ ആണ് കേട്ടോ. പൊളാരിസ് ഡോൺ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2024 സെപ്റ്റംബറിലാണ് വിക്ഷേപിച്ചത്. നമുക്കറിയാം സാധാരണയായിട്ട് ഈ ശാസ്ത്രജ്ഞരും ആസ്ട്രോനോട്ട്സ് ഒക്കെയാണ് ഈ ബഹിരാകാശത്ത് പോവുകയും സ്പേസ് വാക്കൊക്കെ നടത്തുകയും ചെയ്യുന്നത് അല്ലേ. പക്ഷേ സിവിലിയന്മാർക്ക്, സാധാരണ പൗരന്മാരെ ബഹിരാകാശ നടത്തത്തിന് അയച്ച സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകം ഏതാണ്? പൊളാരിസ് ഡോൺ ആണ്. അടുത്തത് ജപ്പാന്റെ ആദ്യ ചന്ദ്രോപരിതല ദൗത്യം ഏതാണ്? സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ. അതാണ് സ്ലിം. ജപ്പാന്റെ ആദ്യ ചന്ദ്രോപരിതല ദൗത്യം ഏതാണ്? സ്ലിം ആണ്. ചന്ദ്രനിൽ ഇറങ്ങിയത് 2024 ജനുവരി 19. അടുത്തത്
2024 മാർച്ചിൽ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ച ജപ്പാന്റെ റോക്കറ്റ് കൈറോസ് ആണ് കേട്ടോ. കൈറോസ് ആണ് 2024 മാർച്ചിൽ വിക്ഷേപിച്ചതിന് പിന്നാലെ എന്താണ് ലോഞ്ച് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പൊട്ടിത്തെറിച്ചു. ജപ്പാന്റെ റോക്കറ്റ് ഏതാണ്? കൈറോസ് ആണ് കേട്ടോ. അപ്പോൾ ജപ്പാൻ്റെ എന്ന് പറയുമ്പോൾ ജപ്പാന്റെ ജാക്സയുടെ അല്ല, ജാപ്പനീസ് എയറോസ്പേസ് ഏജൻസിയുടെ അല്ല, ഇതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസ് വൺ എന്ന് പറയുന്ന ഏജൻസിയുടെയാണ് കേട്ടോ. സ്പേസ് വൺ എന്ന് പറയുന്ന ഏജൻസിയാണ്, പ്രൈവറ്റ് ഏജൻസിയുടെയാണ്. അപ്പോൾ ഈ ഏജൻസിയുടെ റോക്കറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടാമത്തെ പരീക്ഷണമായിരുന്നു. ആദ്യത്തേതും എന്താണ്, അത് പരാജയപ്പെട്ടു. അതിനുശേഷം രണ്ടാമത് വീണ്ടും അയച്ചതാണ്, അതും എന്താണ്, പൊട്ടിത്തെറിച്ചു. അത് ഏത് റോക്കറ്റാണ്? കൈറോസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസാനത്തെ ഈ ദുരന്ത വാർത്തയോട് കൂടി നമ്മൾ ഈ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് അല്ല, അതായത് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ എടുത്തു കഴിഞ്ഞാൽ ബഹിരാകാശ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് പോയിന്റ്സ് എല്ലാം തന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് 2024 മുഴുവനും 2025 ഇതുവരെയുള്ള പോയിന്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കീവേഡ്സ് വെച്ച്, ഞാൻ പറഞ്ഞ പോലെ കീവേഡ്സ് നോട്ട് ചെയ്ത് വെച്ച് തന്നെ അത് പഠിക്കുക. 1-2 തവണ വായിക്കുകയോ അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ നിങ്ങൾ 2-3 തവണ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ പ്ലേ ബാക്ക് സ്പീഡൊക്കെ കൂട്ടി വയ്ക്കാനായിട്ട് പറ്റും. നിങ്ങൾ ആ സ്പീഡ് കൂട്ടിയെങ്കിലും 1-2 തവണ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് പഠിക്കുക. നമുക്കിനി കറണ്ട് അഫയേഴ്സിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ഒരു ഭാഗവുമായിട്ട് വീണ്ടും കാണാം. നന്ദി.